വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. മനുഷ്യൻ മൃഗങ്ങളെ പോലെ ജീവിക്കണമോ, അതോ മനുഷ്യന് മനുഷ്യന്റേതായ നിലനിൽപ്പും അസ്തിത്വവുമുണ്ടോ? സമൂഹത്തിൽ ബന്ധങ്ങളുടെ സ്ഥാനമെന്ത്? ഇത് യുക്തിവാദത്തിന്റെ കോണിലും അതല്ലാതെയുമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ കേൾക്കാനും അതിന്റെ അഭിപ്രായങ്ങൾ ആരായാനും ശ്രമിക്കുന്ന 40% ആളുകൾക്കും സുപരിചിതനാണ് മൈത്രേയൻ. മൈത്രേയൻ തന്റെ ജീവിത വീക്ഷണങ്ങൾ പങ്കുവെക്കുന്നത് നമുക്ക് ആദ്യം കേൾക്കാം. ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, ഒരു ബുദ്ധിമുട്ടുള്ളത് എനിക്ക് വീട്ടിലേക്ക് വിളിക്കാം. അപ്പോൾ കനി കുസൃതി ആരെ വിളിക്കണം? എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നേരെ വല്ല സൈക്കോളജിസ്റ്റിനെ പോയി വിളിക്കണോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ അച്ഛൻ എന്ന രീതിയിൽ താങ്കളെ വിളിക്കാൻ പറ്റില്ലേ? വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം, ആവശ്യമേ ഇല്ല. അതിനാണ് സൈക്കോളജിസ്റ്റുകൾ ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രശ്നം വന്നാൽ, ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നാൽ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം. സുഹൃത്തുക്കള്, സൈക്കോളജിസ്റ്റുകൾ, എനിക്ക് പ്രൊഫഷണലായ ആൾക്കാരുണ്ട്, അവരെയാണ് വിളിക്കേണ്ടത്. ആങ്കറുടെ ചോദ്യം ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ മകളായ മലയാള സിനിമയിലെ ആക്ട്രസ് കനി കുസൃതി, അവൾക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നാൽ പോലും അച്ഛൻ എന്ന നിലയിൽ മൈത്രേയനെ വിളിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി ഇല്ല എന്നാണ്. മാനസിക പ്രയാസമാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം, അതല്ല മറ്റു വല്ല രോഗവുമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സിനെ കാണണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇവിടെ മൈത്രേയനും മകളും രണ്ട് സ്വതന്ത്ര വ്യക്തികൾ, അതിലപ്പുറമുള്ള ബന്ധങ്ങൾ, അതിന് യാതൊരു പ്രസക്തിയുമില്ല. ഇവിടെ ഒരൊറ്റ ചോദ്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്ര സൈക്കോളജിസ്റ്റുകൾ വേണ്ടിവരും? പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അല്ല, എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലെങ്കിലും ഞാൻ ഏത് താഴത്തെ അവസ്ഥയിൽ പോയാലും എന്റെ അമ്മയും അച്ഛനും എന്റെ കൂടെ ഉണ്ടാവും. നോക്കത്തില്ല, എന്നെ നോക്കും. ഇല്ല, എനിക്ക് വെറുതെ നോക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്റെ വീട്ടിലെ എല്ലാ വീടുകളിൽ നിന്ന് ദിവസവും എന്നെ മക്കൾ നോക്കുന്നില്ലെന്നും അമ്മ നോക്കുന്നില്ലെന്നും പറയുന്ന മക്കൾ വിളിക്കുന്ന ആളാണ്, കേൾക്കുന്ന ആളാണ്. അങ്ങനെ കഴിയില്ല. അല്ല, എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോ നോക്കിയിട്ടുണ്ട്. എല്ലാ വീട്ടിൽ നിന്നും പുറത്താക്കിയ മക്കളാണ് റോഡിലെല്ലാം നടക്കുന്നത്. അങ്ങനെയല്ല, ഇപ്പൊ എനിക്ക് അങ്ങനെ അല്ലെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ഈ എത്രയോ അനാഥാലയങ്ങൾ കാണാറുണ്ട്, എത്രയോ ഈ അമ്മയും അച്ഛന്മാരെ വയസ്സരെ വൃദ്ധസദനങ്ങൾ കാണാറുണ്ട്. അവിടെ എല്ലാം ഉള്ളവർ, നിങ്ങൾ ഈ പറയുന്ന കുടുംബത്തിലുള്ളവർ നോക്കാത്തവരാണ്. അങ്ങനെ ഒരു കൂട്ടമുണ്ട്, അവരുടെ കൂട്ടമാണ് വലുത്. ഇവിടെ മൈത്രേയ, താങ്കൾ പറയുന്നത് പോലെയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ മുഴുവനും അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും വേണ്ടിവരുമായിരുന്നു. അതുണ്ടായി കാണുന്നില്ല. 1000 കുടുംബം എടുത്താൽ അതിൽ 5% അല്ലെങ്കിൽ 7% താങ്കൾ പറയുന്നത് പോലെ ഉണ്ടായിരിക്കാം. ആ കൂട്ടത്തിൽ താങ്കളും. അതല്ലാതെ മുഴുവൻ കുടുംബങ്ങളും അങ്ങനെയാണെന്ന് ഉറപ്പിക്കരുത്. തിക്താനുഭവങ്ങൾക്ക് താങ്കളുടെ ജീവിതം സാക്ഷിയായിരിക്കും. അതിൽ മുഴുവൻ ജനതയും കുറ്റക്കാരല്ല. ഇവിടെയാണ് ഒരു വിശ്വാസത്തിന്റെ അഭാവം താങ്കളിൽ നിലനിൽക്കുന്നത്. താൻ ചെയ്യുന്ന നല്ലതും ചിത്തയുമായ കർമ്മങ്ങൾക്ക് ചോദ്യം ചെയ്യുമെന്ന് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനത തന്റെ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ വഴിയാധാരമാക്കില്ല. മനസ്സിലാക്കുക, ജീവിതം എന്ന് പറയുന്നത് മക്കളിലൂടെ തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മക്കളെ വളർത്തുക എന്നുള്ളത് അത്ര മാത്രമേ ഉള്ളൂ. ഒരു ഇല, ഒരു ചെടി, ഒരു നിറ. അപ്പൊ അവരുടെ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ കണ്ടെത്തുന്നതാണ് ഞാൻ ഈ പറഞ്ഞ അയലത്തിരിക്കുന്ന മറ്റുള്ള അമ്മയും അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സമൂഹ രൂപീകരണം നടത്തണം. അതിനെയാണ് നമ്മൾ പഞ്ചായത്ത് വേണം, വാർഡ് വേണം, അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് ഒന്നിച്ചിരുന്ന് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളുണ്ട്. ആയിരക്കണക്കിന് പ്രവൃത്തികളുണ്ട്. അതെല്ലാം ചെയ്യാൻ പറ്റും. അതിന് പകരം ഈ മക്കളെ വളർത്താൻ പിന്നെ ശ്രമിക്കുന്നത് വഴിയാണ് ആർക്കും വേണ്ടാത്തവരായി അവരും മാറുന്നത്, മക്കൾക്ക് ശല്യമായി മാറുകയും ചെയ്യും. എന്നിട്ടും മക്കളെ ഉണ്ടാക്കി ഇത്രയും കാലമായിട്ടും മൈത്രേയൻ ആത്മഹത്യ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വയം നിഷ്കാസനം ചെയ്യപ്പെടണം, ചില പൂമ്പാറ്റകളെ പോലെ. അങ്ങനെ താങ്കൾ ചെയ്തതായി കണ്ടില്ല. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ബാർട്ടർ സിസ്റ്റം പോലെ ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അവർ ഇങ്ങോട്ടും ചെയ്യും. അങ്ങനെ അല്ലാതെ ലോകത്ത് ഒരു കാര്യവും ഇല്ല. പരസ്പരം പ്രയോജനമില്ലാത്ത ഒരു നോട്ടവും ലോകത്തില്ല. ഇപ്പൊ സാറിന് വയ്യാതായി കിടന്നു എന്ന് വിചാരിക്കാം, അപ്പൊ എന്ത് ചെയ്യും? ഞാനൊന്നും ചെയ്യണ്ട. അതിനാണ് ഇവിടെ ആശുപത്രി ഉള്ളത്, അതിനാണ് നഴ്സുമാരുള്ളത്, അതിനാണ് ഡോക്ടർമാരുള്ളത്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കണിശമായിട്ട്. അതിനാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പണ്ടില്ല. പണ്ട് വീട്ടിൽ കിടക്കുകയും അവിടെ പഥ്യം വൈദ്യം വീട്ടിലേക്ക് വരികയായിരുന്നു ചെയ്തിരുന്നത്. ഈ സിസ്റ്റം ഉണ്ടാക്കുന്ന ആ സിസ്റ്റത്തിനുള്ള ചെലവുകളുണ്ട്. അതിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആ ചെലവിന് അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തെടുക്കേണ്ടതാണ്. അതുണ്ടാക്കി അവിടെ വെച്ച് കൊടുത്താൽ അവരത് ചെയ്തോളും. അത്രേ ഉള്ളൂ, അത്ര ലളിതമാണ്. ഇദ്ദേഹം പറയുന്നത് കേട്ടല്ലോ, അയൽപക്കത്ത് വേറെ അച്ഛനും അമ്മയും ഉണ്ടാവും. അവരോടൊക്കെ കൂടിച്ചേർന്ന് പുതിയ സമൂഹ രൂപീകരണം നടത്തണമെന്നും അവരുമായൊക്കെ ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് വിഷയങ്ങൾ ഉണ്ടാകുമെന്നും അതിലൊക്കെ മുഴുകി സമയം കളയുകയുമാണ് വേണ്ടതെന്നാണ്.
എടോ മൈത്രേയ, സ്വന്തം അച്ഛനോടും അമ്മയോടും മക്കളോടും ബാധ്യതയില്ലാത്ത വ്യക്തിക്ക് സമൂഹത്തിനോട് എന്തിനാണ് ബാധ്യത? അയലത്തുള്ള അച്ഛനും അമ്മയും മറ്റൊരുത്തന്റെ അച്ഛനും അമ്മയും മക്കളുമൊക്കെയാണ്. താങ്കൾ പറയുന്നത് പോലെ അച്ഛനോടും അമ്മയോടും മക്കളോടുമൊന്നും ഓരോരുത്തർക്കും ബാധ്യതയില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് സമൂഹം ഉണ്ടാകുന്നത്? ആണ് എല്ലാ വീട്ടിലും അമ്മയും അച്ഛനും ആണല്ലോ ഈ നിങ്ങൾ ഈ പറയുന്ന അന്യര്. അല്ല, നമ്മുടെ കാര്യം അവര് ആ പറയുന്നത്. നമ്മുടെ കാര്യം പറയും, അവര് തൊട്ടടുത്ത ആളിനോട് പറയും. അങ്ങനെ പറഞ്ഞിട്ട് എല്ലായിടവും ആകുക എന്നുള്ളതാണ് എല്ലായിടത്തും പറ്റുന്നത്. ഒരാളും അങ്ങനെ അല്ലാതില്ല. അപ്പൊ അങ്ങനെ അല്ലാത്ത ട്രെയിനിങ്ങോടെ വേറൊരാളോട് പറയേണ്ടാത്ത ആളായിരിക്കുന്ന ഒരാളോട് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സ് തുറക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് നമ്മൾ സുഹൃത്തുക്കളെന്ന് പറയുന്നത്. ഈ ട്രെയിൻഡ് സുഹൃത്താണ് സൈക്കോളജിസ്റ്റുകളും ഡോക്ടർമാരും. ഇപ്പോൾ താങ്കൾ മക്കളെ വളർത്തിയതും താങ്കൾക്ക് തിരിച്ചു പ്രയോജനപ്പെടുമെന്ന് കരുതിയല്ലേ? അല്ലെങ്കിൽ താങ്കൾ എന്തിനാണ് മക്കളെ വളർത്തിയത്? എന്തിനാണ് താങ്കൾ വിവാഹം ചെയ്തത്? എന്നിട്ടും പിന്നെ എന്തിനാണ് ഇപ്പോൾ വഴിമാറി നടക്കുന്നത്? എത്ര സുന്ദരമായ സ്വപ്നം! മൂപ്പരെ വർത്തമാനം കേട്ടാ തോന്നുന്നു ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു വിട്ടതാണെന്ന്. മാത്രമല്ല, ആരും ആശ്രയിക്കാതെ കഴിയുന്ന മൂപ്പരെ പിന്നിൽ എപ്പോഴും ഒരാളുണ്ടാവണം. കാരണം നട്ടപ്പാതിരക്കെങ്ങാനും വല്ലയിടത്തും കൊഴിഞ്ഞു വീണാലോ ഒന്ന് ഹോസ്പിറ്റലിൽ അറിയിക്കണ്ടേ? കൂടെ പോയി ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കണ്ടേ? ഒരു 4-5 കൊല്ലം എങ്ങാനും തളർന്നു കിടന്നാൽ എത്ര തവണ ഇൻഷുറൻസ് ചെയ്യണം? അതിനൊക്കെ ആര് പോവും? അതിനൊക്കെ പൈസ എവിടെ നിന്ന് കിട്ടും? ഒന്ന് കുഴഞ്ഞു വീണ് കിടന്നല്ല അറിയാം മാഷേ ഇപ്പൊ പറയുന്ന വർത്താനത്തിട്ടൊക്കെ കയറണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആളുണ്ടാവില്ല, വന്ന് നോക്കാൻ ആളുണ്ടാവില്ല. ഈ പറയുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പുഴുക്കളെ പോലെ നിരകിക്കുന്ന മനുഷ്യരെ നാം നിത്യേന കാണുന്നതാണ്. ഭൂമിയിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരു സുഹൃത്തുക്കളും ഉണ്ടാവില്ല. നിങ്ങൾ പറയുന്ന ഈ ട്രെയിൻഡ് സുഹൃത്തുക്കളും അവർക്ക് വേണ്ടപ്പെട്ടവരോടും അവരുടെ കുടുംബങ്ങളോടും അവരുടെ എക്സ്പീരിയൻസുകൾ പങ്കുവെക്കും. അതിൽ നിങ്ങളുടെ രഹസ്യങ്ങളും ഉണ്ടാവും. ഈ വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് ആവശ്യമുണ്ടോ ഈ സമൂഹത്തിൽ? അതോ നമ്മുടെ ചോയ്സ് ആണോ? എങ്ങനെയാണ്? ഇതേപോലെ രണ്ടുപേര് തമ്മിൽ കുട്ടിയെ ഉണ്ടാക്കുന്ന പ്രവൃത്തിക്കകത്ത് ഞങ്ങൾക്ക് ഇടപാടുണ്ട് എന്ന് അവിടെ കയറി നിന്ന രാജാവിൻ്റെ തുടർച്ചയിലാണ് ഈ രജിസ്ട്രേഷനൊക്കെ നിൽക്കുന്നത്. കുട്ടിയെ വളർത്തുക എന്ന് പറയുന്ന ഒരു ലോങ് ടൈം പണിയായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. പണ്ടാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അത് കാരണം കൊണ്ട് കുട്ടിയെ ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് മാത്രം ഒരു പുരുഷനുമായി ബന്ധം ഉണ്ടാക്കിയാൽ മതി. അതായത് പുരുഷന് പിന്നെ വളർത്തുന്നതിൽ ഒരു ഉത്തരവാദിത്വം ഒരു പുരുഷൻ ഒരു കാലത്ത് ഒരു കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടില്ല. അല്ല, ഉത്തരവാദിത്തമില്ല, ഒരിക്കലും ഇല്ല. അവരെ ഉത്തരവാദിത്തപ്പെടുത്തുന്നതിന് വേണ്ടി രാജാക്കന്മാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് വിവാഹം. അതുകൊണ്ടാണ് പുരുഷന്മാര് ബാച്ചിലേഴ്സ് പാർട്ടി ഘോഷിക്കുന്നത്. ഇനി വേറെ ഒരാളുമായി അവർക്ക് ബന്ധം ഉണ്ടാക്കുന്നത് സ്ത്രീകൾ ചെയ്യത്തുമില്ല. അപ്പൊ ഒരു കൊച്ചു ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പുരുഷന്മാരത്രേ ഉള്ളൂ. വേറെ ഒരു പണിയില്ല. അവർ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്, അവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് വിവാഹം ഉണ്ടാക്കിയത്. സത്യത്തിൽ ഇയാൾ ഒന്നും അറിയാത്ത അല്ലെങ്കിൽ എല്ലാം അറിയുമെന്ന് നടിക്കുന്ന മനുഷ്യനാണ്. വിവാഹം ആധുനിക കാലത്തൊന്നും ഉണ്ടായതല്ല. ചരിത്രാതീത കാലം മുതലേ വിവാഹം ഉണ്ടായിരുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അന്ന് മുതലേ മനുഷ്യൻ ഭാര്യാഭർത്താക്കന്മാരായി കുടുംബമായി ജീവിക്കുകയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ പിള്ളേരുണ്ടാക്കി ഇട്ടിട്ട് പോകുന്ന പണിയായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ മനുഷ്യനെ മൃഗത്തിന്റെ ഗണത്തിൽ പെടുത്തുമായിരുന്നുള്ളൂ. ആണിന് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന താങ്കൾ മൃഗങ്ങളെ കണ്ടായിരിക്കും ഒരുപക്ഷെ അത് പഠിക്കുന്നത്. എന്നാൽ പല മൃഗങ്ങളിലും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ആണുങ്ങളും മുൻപന്തിയിലാണ്. ആണിന് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി, കുട്ടികളുടെ മേൽ ഉത്തരവാദിത്തമില്ലെന്ന് പറയുന്ന മൈത്രേയൻ ഇത്രയും കാലം മക്കളെ നോക്കിയത് എന്തിനാണ്? അവരെ വളർത്തി വലുതാക്കിയത് എന്തിനാണ്? എന്തിനാണ് താങ്കൾ വിവാഹം കഴിച്ചത്? ഏതെങ്കിലും ഒരുത്തിയെ പിടിച്ച് ഗർഭം ധരിപ്പിച്ച് വിട്ടേച്ച് പോലും പോരായിരുന്നു? അത് ചെയ്തില്ലല്ലോ. തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് പോലും ചെയ്യുകയും കഴിയേണ്ടത് പോലും കഴിയുകയും ചെയ്തതിനു ശേഷം ജനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ പുതിയ പാഠങ്ങൾ പറഞ്ഞു പഠിപ്പിക്കരുത്. താൻ പറയുന്ന കാര്യങ്ങൾ ഉത്തമ ബോധ്യത്തോടെയായിരുന്നു പറയുന്നതെങ്കിൽ താങ്കളുടെ ഭാര്യയുടെയും മക്കളുടെയും 7 അയലത്ത് പോലും താങ്കൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഗർഭിണിയാക്കുക എന്ന കർമ്മം കഴിഞ്ഞാൽ മറ്റൊരു മേച്ചിൽപ്പുറം തേടി പോകണമായിരുന്നു. അവിടെയും വിത്ത് വിതച്ച് മറ്റൊരിടത്തേക്ക്, അതായത് വംശവർദ്ധനവ് മാത്രം ലക്ഷ്യം വെക്കുക. അതായിരുന്നു താങ്കൾ ചെയ്യേണ്ടിയിരുന്നത്. നിർമ്മിതമായ വിശ്വാസമാണത്. അത് ഒരു ശക്തിക്ക് മുമ്പിൽ ശക്തിയാണ് ഈ ലോകം ഉണ്ടാക്കി എന്ന് ലോകം ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കുന്ന മനുഷ്യരുടെ ഉത്തരമാണ് ദൈവം. അത് ഉത്തരമായിരിക്കുന്നത് കൊണ്ട് പോലുമല്ല. ഒരു കാലയിലെ മന്ത് മറ്റേ കാലയിലാക്കുന്നതേ ഉള്ളൂ, ഉത്തരവായിട്ടേ ഇല്ല. അപ്പൊ ദൈവത്തിന് ആരാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഉത്തരവില്ല. അത് നിങ്ങളങ്ങ് വിശ്വസിക്കണം എന്ന് പറയുന്ന ഉത്തരമേ ഉള്ളത്. അപ്പൊ പ്രപഞ്ചം ഉള്ളതാണെന്നുള്ള അറിവാണ് എനിക്കുള്ളത്. അതിനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല.
തനിയെ ഉണ്ടായതാണ്. തനിയെ ഉണ്ടാകണ്ട, അത് ഉള്ളതാണ്, ഉണ്ടാക്കണ്ട. ഉള്ള സാധനത്തിനെ ഉണ്ടാക്കാൻ പറ്റില്ല, അതില്ലാതിരുന്നിട്ടില്ല. അപ്പൊ പ്രപഞ്ചം ആദ്യം സൃഷ്ടിച്ചു, ആദ്യം സൃഷ്ടിക്കുന്ന ആ ചോദ്യമാണ് തെറ്റ്. അത് അറിവില്ലാത്ത മനുഷ്യർ ചിന്തിച്ചപ്പോൾ ഉണ്ടാക്കിയതാണ്, ഉണ്ടാക്കിയ ആള് ഉള്ളതാണെന്ന് അറിഞ്ഞാൽ മതി. ഉള്ള പ്രപഞ്ചം നിരന്തരം മാറുന്നതാണ്. നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയവരാണ് ഇല്ലാതിരുന്നിട്ട് ഉണ്ടായി എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഉണ്ടാക്കിയ ആളിനെ കണ്ടുപിടിക്കാൻ ബാധ്യത വന്നത്. ഇവിടെയാണ് മൈത്രേനെ പോലുള്ള യുക്തിവാദികളുടെ കാപട്യം പുറത്തു വരുന്നത്. പ്രപഞ്ചത്തെ ആരുണ്ടാക്കി അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി എന്ന ചോദ്യത്തിന് പ്രപഞ്ചം ആരെങ്കിലും ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ തനിയെ ഉണ്ടായതോ അല്ല എന്നാണ് മൈത്രേന്റെ വാദം. അതായത് നിലവിലുള്ള ഒന്നിനെ ആരും ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് സമർത്ഥിക്കുന്നത്. തുടർന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം പറയുന്നത് പ്രപഞ്ചം ദൈവം ഉണ്ടാക്കിയതാണെങ്കിൽ ആ ദൈവത്തെ ആരുണ്ടാക്കിയെന്ന്. എന്നിട്ട് അദ്ദേഹം പരിഹാസ രൂപത്തിൽ പറയുന്നു, ആ ചോദ്യത്തിന്, ദൈവത്തെ ആരുണ്ടാക്കിയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലെന്നാണ്. കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട് പ്രപഞ്ചം കാലാനുസൃതമായി പരിണാമം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന്. ഖുർആൻ പറയുന്നതും അത് തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ ഇന്നീ കാണുന്ന നിലയ്ക്ക് രൂപപ്പെടുത്തിയവൻ നാമാണെന്നാണ് ദൈവം പറയുന്നത്. മുമ്പ് ഈ പ്രപഞ്ചം ഇങ്ങനെ ആയിരുന്നില്ലെന്നും ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല ദൈവത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ദൈവത്തെ ആരും സൃഷ്ടിച്ചതില്ലെന്നും അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണെന്നുമാണ്. മൈത്രേയന്റെ വാക്കുകൾ കടമെടുത്താൽ ദൈവം ഉള്ള ഒന്നായതുകൊണ്ട് ദൈവത്തെ ആരെങ്കിലും സൃഷ്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പ്രപഞ്ചം ഉള്ളൊരു വസ്തുവാണെന്നും അതിനാരും സൃഷ്ടിക്കേണ്ടതില്ല എന്നും പറയുന്ന മൈത്രേയന് ദൈവം ഉള്ള ഒരു ശക്തിയാണെന്നും അതിനെ ആരും സൃഷ്ടിക്കേണ്ടതില്ലെന്നും വിശ്വസിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ പ്രപഞ്ചം ഉള്ളതാണെന്ന് തെളിയിക്കാൻ, അതിന് പുതുതായി ഉണ്ടായതല്ല എന്ന് നിരൂപിക്കാനും മൈത്രേയന്റെ കയ്യിൽ ആയുധങ്ങൾ ഒന്നും തന്നെയില്ല. കാരണം അത് മനുഷ്യ യുക്തിക്കും മനുഷ്യ ബുദ്ധിക്കും അപ്പുറത്താണ്. നമുക്ക് പഠനം നടത്താൻ ആവുന്ന മേഖലകൾക്ക് തന്നെ ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ചെന്നെത്താനാവില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഒരു മൂലയിൽ പോലും തൊടാൻ കഴിയാത്ത മനുഷ്യന് അവന്റെ യുക്തിക്കപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ കണ്ടെത്താനാവും? അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ശാസ്ത്രം പഠിക്കുക, സൂക്ഷ്മമായി പഠിക്കുക. അത് എത്രത്തോളം ആഴത്തിലും പരപ്പിലും പഠിക്കാൻ കഴിയുന്നു അത്രത്തോളം നമുക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ട മൈത്രേയൻ, താങ്കൾ പ്രേക്ഷകരോട് പറയുന്നു ശാസ്ത്രം ആഴത്തിൽ പഠിക്കാൻ. ശാസ്ത്രം പറയുന്നു ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായ സൂര്യനും ഭൂമിയും ഒക്കെ ഒരിക്കൽ ഉണ്ടായതാണെന്ന്. താങ്കൾ പറയുന്നു ഒന്നും ഉണ്ടായതല്ല, എല്ലാം ഉണ്ടായിരുന്നതാണെന്ന്, അഥവാ ഉള്ളതാണെന്ന്. ശാസ്ത്രത്തെ അംഗീകരിക്കാത്ത താങ്കൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരോട് ശാസ്ത്രം പഠിക്കാൻ പറയാനാവുക?